സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രം ഇന്ത്യൻ സിനിമാ ലോകത്ത് പുതിയ തരംഗങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്. 2025 ഓഗസ്റ്റ് 14 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന ഈ ആക്ഷൻ ത്രില്ലർ ബോളിവുഡ് സൂപ്പർ താരം അമീർ ഖാനും പ്രമുഖ നടി പൂജ ഹേദിയും അതിഥി വേഷങ്ങളിൽ എത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ സിനിമാ പ്രേമികൾക്കിടെ വലിയ ആവേശം നിറയ്ക്കുന്നത്. ഇന്ത്യൻ സിനിമയിലെ ഈ മഹാസംഗമം കൂലിയെ ഒരു യഥാർത്ഥ മെഗാ പ്രൊജക്റ്റായി മാറ്റുന്നു. ലോകേഷ് കനകരാജ് എന്ന പേര് തന്നെ ആക്ഷൻ സിനിമകളുടെ ആരാധകർക്ക് ഒരു ഉറപ്പാണ്. ഖൈദി, വിക്രം, ലിയോ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ത്രസിപ്പിച്ച ലോകേഷിന്റെ സംവിധാന മികവിൽ കൂലി ഒരുങ്ങുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ്. രജനീകാന്തിന്റെ താല്പര്യ പദവിക്ക് അനുയോജ്യമായ രീതിയിൽ ഒരുക്കിയ തിരക്കഥ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗ്യമാണെങ്കിലും മാസ് ആക്ഷൻ രംഗങ്ങളും തീവ്രമായ കഥ പറച്ചിൽ കൊണ്ടും ചിത്രം ഒരു ദൃശ്യവിരുന്നൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. രജനീകാന്ത് എന്ന ഇതിഹാസ താരത്തിനൊപ്പം ദക്ഷിണേന്ത്യൻ സിനിമയിലെ പ്രമുഖരായ നാഗാർജുന, ഉപേന്ദ്ര, സൗബിൻ ഷാഹിർ, സത്യരാജ്, ശ്രുതി ഹാസൻ എന്നിവരും കൂലിയിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. ഇവരോടൊപ്പം ബോളിവുഡിൽ നിന്നും അമീർ ഖാനും പൂജ ഹേദിയും അതിഥി വേഷങ്ങളിൽ ചേരുമ്പോൾ കൂലി ഈ വർഷത്തെ ഏറ്റവും വലിയ താരസംഗമങ്ങളിൽ ഒന്നായി മാറും. അമീർ ഖാന്റെ സാന്നിധ്യം ചിത്രത്തിന് ഒരു പാൻ ഇന്ത്യൻ തലത്തിൽ വലിയ പ്രചരണം നൽകുമെന്നും പൂജ ഹേദിയുടെ ഗ്ലാമർ ചിത്രം ആകർഷകമാകുമെന്നും ഉറപ്പാണ്. സൺ പിക്സ് എന്ന പ്രമുഖ നിർമ്മാണ കമ്പനിയാണ് കൂലിയുടെ നിർമ്മാണം ഏറ്റിരിക്കുന്നത്. കാലനിധിമാരന്റെ നേതൃത്വത്തിൽ വലിയ ബഡ്ജറ്റിൽ ഏറ്റവും മികച്ച സാങ്കേതിക നിലവാരത്തിൽ ചിത്രങ്ങൾ ഒരുക്കുന്നതിൽ സൺ പിക്സ് എന്നും മുൻപന്തിയിലാണ്. ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് യുവ സംഗീത മാന്ത്രികൻ അനിരുദ്ധ് രവിചന്ദ്രനാണ്. ലോകേഷ് കനകരാജുമായി ഇത് അനിരുദ്ധിന്റെ 4ാമത്തെ ചിത്രമാണ്. ഇതിനോടകം തന്നെ ഹിറ്റ് ചാർട്ടുകൾ ഇടം നേടിയ ചിക്കുട്ടു, മൊണിക്ക, പവർ ഹൗസ് എന്നീ ഗാനങ്ങൾ ചിത്രത്തിന് ഒരു മാസ് എനർജി നൽകുമെന്നും കാര്യത്തിൽ സംശയമില്ല. വിക്രം എന്ന ചിത്രത്തിലൂടെ ലോകേഷിനൊപ്പം പ്രവർത്തിച്ച ഗിരീഷ് ഗംഗാധരനാണ് കൂലിയുടെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ ഫ്രെയിമുകളും ചിത്രത്തിന് ഒരു പുതിയ മാനം നൽകും. ലോകേഷിന്റെ സ്ഥിരം സഹകാരികളിൽ ഒരാളായ ഫിലേമോൻ രാജ് ആണ് എഡിറ്റിംഗ്. കൃത്യമായ കട്ടുകളിലൂടെയും വേഗതയാർന്ന എഡിറ്റിംഗിലൂടെയും പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താൻ അദ്ദേഹത്തിന് കഴിയും. ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ സ്റ്റണ്ട് കൊറിയോഗ്രാഫ് ടീമായ അൻഭാറിനാണ് കൂലിയിലെ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. രജനീകാന്തിന്റെ സ്റ്റൈലിഷായ ആക്ഷൻ രംഗങ്ങൾക്ക് അൻബാർവി മാസ്റ്റേഴ്സിന്റെ ടച്ച് ഒരു പ്രത്യേക ആകർഷണമാകും. ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ എൻ സതീഷ് കുമാറും വസ്ത്രാലങ്കാരം പ്രവീൺ രാജും നിർവഹിച്ചിരിക്കുന്നു. ലോകേഷിന്റെ കരിയറിന്റെ തുടക്കം മുതൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന വിഷ്ണു എടവൻ ആണ് ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിരിക്കുന്നത്. ഓഗസ്റ്റ് 2 ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഗംഭീരമായ പ്രീ റിലീസ് ഇവന്റിൽ കൂലിയുടെ ട്രെയിലർ ലോഞ്ചും ഓഡിയോ ലോഞ്ചും നടക്കും. ട്രെയിലറിനായുള്ള കാത്തിരിപ്പ് സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ പ്രീ റിലീസ് ബിസിനസ് മികച്ച നിലയിലാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുഎസിലെ അഡ്വാൻസ് ബുക്കിംഗ് ഇതിനോടകം $50,000 കഴിഞ്ഞു. ഇത് ജയിലർ, ലിയോ തുടങ്ങിയ മുൻകാല ബ്ലോക്ക് ബസ്റ്ററുകളുടെ റെക്കോർഡുകൾ മറികടക്കാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയിൽ ബുക്കിംഗ് ഉടൻ ആരംഭിക്കും. രജനീകാന്തിന്റെ 170ാമത്തെ ചിത്രമായ കൂലി അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ 50 വർഷം ആഘോഷിക്കുന്ന ഒരു പ്രധാന പ്രൊജക്ട് കൂടിയാണ്. രജനീകാന്ത്, അമീർ ഖാൻ, പൂജ ഹേദി എന്നിവരടങ്ങിയ ഈ താരനിരയും ലോകേഷ് കനകരാജിന്റെ സംവിധാന മികവും അണിയറ പ്രവർത്തകരുടെ കരുത്തും ചേരുമ്പോൾ കൂലി ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കുന്ന പ്രതീക്ഷയിലാണ് സിനിമാ ലോകം. ഈ ഓഗസ്റ്റ് 14 തിയേറ്ററുകളിൽ കൂലി തീർത്തും ഒരു ദൃശ്യവിരുന്നായിരിക്കും.